പറ്റില്ല. വരണമെന്നുണ്ട്. ഞാൻ വരും. എന്തുപറ്റി മൂന്നേട്ടാ? ഭയങ്കര ഒരു ആക്സിഡന്റ്. ഞാൻ ഇപ്പൊ ആക്സിഡന്റോ? എവിടെ? അതൊക്കെ വന്നിട്ട് പറയാം. വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോരേണ്ടി വന്നതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. എന്ത് വാങ്ങാൻ? അല്ല, ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതൊക്കെയല്ലേ അതിന്റെ മര്യാദ. ഞാൻ പോയി കുറച്ച് ആപ്പിൾ ഓറഞ്ചോ കൊണ്ടുവരാം. അയ്യോ, ഒന്നും വേണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്നിട്ട് മുകുന്ദേട്ടൻ വാങ്ങിച്ചെന്നാ പറയാം. അതായാലും മതി. ഈ നാട്ടിൽ നിന്ന് വേലം വൈദ്യരുടെ പഞ്ചജീരക ഗുഡം വരുത്തിച്ചു കൊടുത്താലോ? എന്താ ഉദ്ദേശം? പഞ്ചജീരക ഗുഡം വളരെ നല്ലതാണ് ഒടിവിനും ചതവിനും. അതല്ല ഞാൻ ചോദിച്ചത്. വരണ്ടാന്ന് പറഞ്ഞിട്ട് ഓടിക്കതച്ച് വന്നത് എന്തിന്? അത് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, ഞാൻ പറഞ്ഞോളാം. ഞാൻ ആപ്പിൾ വാങ്ങിട്ട് വരട്ടെ? ആപ്പിൾ അവിടെ നിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. മുകുന്ദേട്ടന്റെ ഉള്ളിലിരിപ്പ് ഞാൻ ഇവളോട് പറയട്ടെ? അയ്യോ വേണ്ട. പിന്നെ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ ഞാനത് നേരിട്ട് പറഞ്ഞോളാം. അതാണല്ലോ അതിന്റെ ഒരു സുഖം. മുകുന്ദേട്ടന് ഏത് ഭാഷയിലാ പറയാൻ പോണേ? അത് പിന്നെ അത് പറയാനുള്ള ചൈനീസ് ഭാഷ മായ എനിക്ക് പഠിപ്പിച്ചു തന്നാ മതി. എനിക്ക് ജോലിക്ക് പോകാൻ സമയായി. ഒമൻ സോബ. നമ്പ്യ സാറേ, സിദ്ധാർത്ഥൻ വന്നിട്ടുണ്ട്. ചിട്ടി നറുക്കെടുക്കാൻ പോവാ. വേഗം വാ. കണ്ടില്ലേ, എന്റെ കോട്ട് ഉണങ്ങിയിട്ടില്ല. ഹോ, ഇവിടെ ആരെ കാണിക്കാനാ സാറേ? വാ, ഈ പ്രാവശ്യം ഭാഗ്യം സാറിനായിരിക്കും. എനിക്കോ ചിട്ടിയോ? അതിനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കിടക്കുമായിരുന്നോ? അല്ല, ആരിത്? ഇക്കണ്ട കാലം കൂടെ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ആ പാവം കോട്ടവടക്കത്തിൽ കണ്ണീർ വാർക്കുന്നുണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ പിരിഞ്ഞിരിക്കണത്. സിവിഷേ, നറുക്ക് നീ എടുക്ക്. എന്റെ നറുക്കന്നെ എടുക്കണം മോനെ. മൂന്നാമത്തോളുടെ പുയ്യാപ്പിളൊക്കെ അറിയൊരുക്കാൻ ഫ്രിഡ്ജും ടിവിയും ഫോറിൻ തന്നെ വേണമെന്നാ ഡിമാൻഡ്. കൂട്ടത്തിൽ ഇത്തിരി നിറം കുറവുള്ള കുട്ടിയാണേ. ഫ്രിഡ്ജും ടിവിയും ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. നറുക്ക് എനിക്ക് വീണാൽ 2ാം നിലയുടെ റൂഫ് വാർത്ത് വീട് അങ്ങ് ഫിനിഷ് ചെയ്യായിരിക്കും. ഈശ്വര, കണ്ടോ? ബാങ്കിലെ കടം പകുതി മുക്കാലും വീട്ടാം. ഇതുവരെ അയച്ചത് മുഴുവൻ പലിശയായിട്ട് പോയി. അപ്പൊ കാശ് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പിരിച്ചെത്തിക്കാം. ഇക്ക വെറുതെ ബേജാറാവണ്ട. നിക്കായ് കമ്പനിയുടെ പുതിയ ഷോറൂമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവിടെ നമുക്ക് ടിവിയാ ഫ്രിഡ്ജാ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ഇനി ഫോറിനില്ലാതെ പോയി അവിടെ പിണങ്ങണ്ട. മുകുന്ദൻ. എന്ത് കുണ്ടൻ? മുകുന്ദൻ. മുകുന്ദൻ റൂം ക്ലീനിങ് എവറി ഡേ. ദിസ് ക്ലീനിങ് മുകുന്ദൻ. ക്ലീനിങ് വാട്ടർ സോപ്പടി ചൂല് ക്ലീനിങ് മുകുന്ദൻ. ഏത് ഷൺമു? ഷൺമു കഴിഞ്ഞ മാസം ലീവിന് പോലും ഡിസംബറിൽ. ഓയ് എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പറച്ചോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? മുകുന്ദൻ നോക്കാം നോക്കാം. യു ഗോ ആൻഡ് മുകുന്ദൻ കം. യു കം. അല്ലാ, രക്ഷപ്പെട്ടു. ഓ പറച്ചോനെ, ഈ ചീനച്ചട്ടി എന്നെയും കൊണ്ട് പോകുന്ന തോന്നണ. ഇനിയും വല്ല സംശയം ഇങ്ങോട്ട് വരാതിരുന്നാ മതിയായിരുന്നു. മുകുന്ദൻ നീയായിരുന്നല്ലേ? ഇന്നേ റൂം ക്ലീനിങ് മുകുന്ദന്റെ ഡ്യൂട്ടിയാ. അവൻ വരാൻ കുറച്ച് വൈകും. അത് നീ ഈ ചീനച്ചട്ടിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. 我们家打电话说我妈妈生病了，我必须马上回去。可是我没有机票钱，过来看看木空蛋。കരിമുക്ക ഫോൺ എടുത്ത് മുന്തട്ടിരുന്ന് വിളിച്ചേ. സ്ഥലം
അവൾക്കറിയാം. ശരി ശരി, ഇങ്ങനൊരു കാര്യം. ഇത് തന്നെ നോക്കിയേ. എന്തിന്? എന്തിനൊരു സാക്ഷി വേണമല്ലോ. പൈസ ദേ ഇവിടെ കയ്യിൽ കൊടുത്തേക്കാനാ പറഞ്ഞത്. $80,000. ദാ ഇത് 2000. അപ്പോ 82,000. അതായത് നാട്ടിലെ 10 ലക്ഷം. അതെ. ആ ഇനി ഐശ്വര്യമായിട്ട് കിട്ടും. മൂന്നൻ വെയിറ്റിംഗ് ഫോർ യു. ഗിവ് ദിസ് ക്യാഷ് ടു ഹിം. 什么？ Batrus Chi, Oh. Chiang Ke Muguntan. Tahoy Genni, Trung Bay, Hoi Jia Jipiat. Nitirta Swenma, Shudaja, Tripa. 是的。先左转，然后右转，直走第4栋楼的214房间，对吗 Okay, Shida. ？Thank you。 പെരുമുക, നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈയും 2 പൊറോട്ടയും എടുത്തേ. അല്ല, അത്യാവശ്യമായിട്ട് ജബലലി പോണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? നീ പറഞ്ഞു. ആ ജബലലിയില്ലേ, ഇവിടം വരെ വന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും? ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരുത്തൻ എന്റെ പാചകം നല്ലതാണെന്ന് പറഞ്ഞത്. നിന്നെ ഇന്ന് തീറ്റിപ്പിച്ച് കൊല്ലും. ഹലോ, എത്തിയില്ലേ? സിദ്ധാർത്ഥൻ? സിദ്ധാർത്ഥൻ ഇവിടെ തന്നെ ഉണ്ട്. ചതിച്ചു. പൂന്തേട്ടിന് കുറി കിട്ടിയ കാശും കൊണ്ട് അവള് കടന്നു കളഞ്ഞത്. അവളോ? ഏയ്, അവളങ്ങനെ ചെയ്യില്ല. സത്യാണോ? എന്തിനാ അവളെ പറയണേ? ധൈര്യമായിട്ട് കാശ് അവളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ അതനുസരിച്ചു. ആ സമയത്ത് സാക്ഷിയായിട്ട് കരിമിക്കുണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഞാനിപ്പോ കള്ളനായനെ. രാവിലെ ഞങ്ങൾ ഒന്നിച്ചാ മുറിയിൽ ഇറങ്ങിയത്. നാട്ടിൽ പോകുന്ന കാര്യം അപ്പോഴൊന്നും പറഞ്ഞില്ല. പിന്നെ ഒരു 10 മണിയായപ്പോ വിളിച്ച് കുറച്ച് കാശ് കടം ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ എടുക്കാൻ കാശൊന്നും ഇല്ലായിരുന്നു. വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വിളിച്ചപ്പോ കാശ് ശരിയായി, നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ സഖാക്കൾ ഊറ്റങ്ങളുടെ രാജ്യക്കാരുടെ തനി നിറം. ലോകം മുഴുവനും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കയറ്റി അയക്കില്ല ഇപ്പൊ അവരുടെ പണി. അവളും ഡ്യൂപ്ലിക്കേറ്റാ. 1.25 രൂപയുടെ വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? എന്ത് പറ്റി? ആകെ തളർന്നു പോയി. ഇന്ന് രാവിലെ ബിൽഡിംഗ് ഓണർ അറബി അയാളുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. എന്തിന്? പിന്നെയും വാടക കൂട്ടിയോ? അതല്ല, നമ്മുടെ കഫ്തേരിയയുടെ ബിൽഡിങ് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ നോട്ടീസ് തന്നിക്കണ്. ആ സ്ഥലത്ത് വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ടത്രേ. ദുബായിലെ കൃഷ്ണമണി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു തുക്കട കഫറ്റീരിയ നിലനിർത്തിയിട്ട് അവർക്കെന്ത് പ്രയോജനം? നമ്മളൊക്കെ പുരാവസ്തുക്കളായില്ലേ. വിഷമിക്കണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ ഉണ്ടാവില്ലേ? ഇനി ഇതുപോലത്തെ സ്ഥലം കിട്ടണമെങ്കിലേ ഇതിന്റെ 5 ഇരട്ടി വാടക കൊടുക്കേണ്ടി വരും. വാടക മുതലാക്കണമെങ്കിലേ വല്ല ഡാൻസ് ബാറും തുടങ്ങേണ്ടി വരും. ഇതിന്റെ ഒക്കെ അവസാനം ഇങ്ങനെയൊക്കെ ആവണമെന്നായിരിക്കും പടച്ചവന്റെ തീരുമാനേ. 4-5 കൊല്ലം ഇവിടെ നിന്ന് കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാന്ന് വിചാരിച്ച് വന്നതാ. ഇപ്പം കൊല്ലം 34 ഇനിയിപ്പം വേറൊന്നും ആലോചിക്കാനില്ല. വേഗം സ്ഥലം കാര്യമാക്കി കൊടുക്കുക. പിടിച്ചു നിൽക്കാൻ പറ്റണവർ പിടിച്ചു നിൽക്കുക, അല്ലാത്തവർ മടങ്ങുക. അതല്ലേ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റൂ.
ആഹാ ഇവിടെ ഒന്ന് നടക്കണോ? അബ്ദുള്ളൊക്കെ പോവാന്നറിയില്ലേ? മൂപ്പര് അന്വേഷിക്കുന്നുണ്ട്. പോക്കുവരവ് തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയെങ്കിലും യാത്ര എന്ന് പറയുമ്പോ ഇപ്പോഴും ഒരു ചങ്കിടുപ്പാ. പാസ്പോർട്ടും ടിക്കറ്റും സൂക്ഷിച്ചു വെച്ചോ. മുകുന്ദൻ എവിടെ പോയി?